അപ്പോൾ അതെ, ഇങ്ങനൊരു വലിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറച്ച് ഡി എക്സും ഡി വൈ ഒക്കെ ഉള്ളത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാക്കാനുള്ള പണി കാര്യമായിട്ടൊന്നുമില്ല. ആദ്യം ഡി വൈ ഉള്ള ടേമായിട്ട് നിർത്തുക, ഡി എക്സ് ഉള്ള കണ്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, സീക്സ് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഇടതുഭാഗത്തുണ്ടാവും, സീക്സ് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് വലതുഭാഗത്തേക്കും പോകും. ഓക്കെ, അപ്പോൾ അത് മൈനസ് ആവും. ഇനി എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് അല്ലേ വേണ്ടത്, ഡി വൈ ഇവിടെ ഉണ്ട്, ഡി എക്സിനോട് കൊണ്ടുവരാം. ആവശ്യമില്ലാത്ത എന്തൊക്കെയുണ്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്താവും, ഡി വൈ ബൈ ഡി എക്സ് ഇടതുഭാഗത്തുണ്ടാവും. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ സീക്സ് സ്ക്വയർ ബൈ ടാൻ എക്സ് താഴത്തേക്ക് വരാം അല്ലേ. അപ്പോൾ സീക്സ് സ്ക്വയർ ബൈ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് സീക്സ് സ്ക്വയർ ബൈ എഴുതി, ഒരു സ്റ്റെപ്പ് ലാഭിച്ചാൽ നിങ്ങൾക്ക് 2 സ്റ്റെപ്പായിട്ട് എഴുതാം. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ എക്സിൻ്റെ മാത്രം ഒരു ഫംഗ്ഷനാണ്, ഇത് വൈൻ്റെ മാത്രം ഒരു ഫംഗ്ഷനാണ്. അങ്ങനെ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് ഫോമാണ്, വേരിയബിൾ സെപ്പറബിൾ. ഇത് സിംപ്ലിഫൈ ചെയ്യാനും നിൽക്കണ്ട, നിങ്ങൾ നോക്കി നോക്കുക. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ സീക്സ് സ്ക്വയർ എക്സ്, അതുപോലെ ടാൻ വൈൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്സ് സ്ക്വയർ വൈ. നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആണെന്ന് മനസ്സിലാക്കാൻ ഒരു പണിയില്ല. ഇനി ഡി എക്സ് നിങ്ങൾ കൊണ്ടുപോവുക, വൈൻ്റെ ടേംസ് കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കിട്ടും. സീക്സ് സ്ക്വയർ വൈ മുകളിലേക്ക് പോവും, ടാൻ വൈ താഴത്തേക്ക് വരും, സീക്സ് സ്ക്വയർ വൈ ബൈ ടാൻ വൈ ഡി വൈ. ഈ ഡി എക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സിക്സ് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ്. വേരിയബിൾ സെപ്പറബിൾ ഫോമായി ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഉത്തരം കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 2x ബൈ വൈ സ്ക്വയർ. ഓക്കെ, ഇതിലും അതെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ വൈൻ്റെ ഒരു ഫംഗ്ഷനാണ്. വൈ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈൻ്റെ ടേംസൊക്കെ ഇവിടെ ആവും, ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. അധികം നേരമൊന്നുമില്ല മനസ്സിലാക്കാൻ. ഇനി ആറാമത്തെ, ഫൈൻഡ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് തന്നിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം കാണാനും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആദ്യം ഇതിനെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ജനറൽ ഫോമിലേക്ക് എഴുതുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ജനറൽ ഫോം ഡി വൈ ബൈ ഡി എക്സ് വെച്ചിട്ടുള്ള ജനറൽ ഫോം ഇതാണ്, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ജനറൽ ഫോമിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചോദിച്ചുകൊണ്ട് നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ആണോ മറ്റേതാണോ ഒന്നും ആലോചിക്കേണ്ട, ലീനിയറാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അതിനാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളൊരു സ്റ്റെപ്പായിട്ട് എഴുതിക്കോളുണ്ടോ. അങ്ങനെ വല്ല ടേം എക്സ്ട്രാ അതിനൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടേം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ബൈ എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സ് കട്ട് ചെയ്ത് പോയിട്ട് 2x ആവും. ഇനി കമ്പയർ ചെയ്യുക. ഓക്കെ, പിയും ക്യൂവും കണ്ടുപിടിക്കാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞിരുന്നോ. അപ്പോൾ പിയും ക്യൂവും കണ്ടുപിടിക്കുമ്പോൾ പീൻ്റെ സ്ഥാനത്ത് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് രണ്ടും ഓക്കെയാണ്. വൈൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതാണ് പി. നോക്കി നോക്കൂ, വൈൻ്റെ കൂടെ എന്താ ഉള്ളത്, പ്ലസ് അല്ലേ, ഇവിടെ -1/x ആണ് വൈൻ്റെ കൂടെ ഉള്ളത്. പി ഈക്വൽ ടു -1/x, ക്യൂ ഈക്വൽ ടു 2x. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് പിയും ക്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് അല്ലേ. ഇതായിരുന്നു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ളത്, ഇ റേസ് ടു ഇൻ്റഗ്രൽ -1/x ഡി എക്സ് അല്ലേ. ആ മൈനസ് പുറത്തേക്ക് എടുക്കുക, ഇ റേസ് ടു, അപ്പം 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ് ഡി എക്സ്. തൽക്കാലം അതിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡ് യൂസ് ചെയ്യണ്ട, വെറും ലോഗ് എക്സ് എന്ന് എഴുതിയാൽ മതി. 1/x ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ലോഗ് എക്സ് പ്ലസ് സി ഒന്നും വേണ്ട. ഇനി മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് 1/x ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈയും ലോഗും കട്ട് ചെയ്ത് തന്നിട്ട് 1/x എന്ന് എഴുതാം. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഇതിലിപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ വേണം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. ഫസ്റ്റ് ജനറൽ ഫോമിലേക്ക് ആക്കി മാറ്റുക, പിന്നെ പിയും ക്യൂ എഴുതുക, ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ചെയ്യുക. കിട്ടുന്നത് എന്താണോ അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ, അതിൻ്റെയും കൂടെ ഇക്വേഷൻ എഴുതി തരാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് സൊല്യൂഷനുള്ള ഇക്വേഷൻ.
y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ്. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ y ഇവിടെ എക്സ്. ഓക്കെ, അപ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/x ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ എന്താ, ക്യൂ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് 2x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് അല്ലേ. അപ്പോൾ y/x ഈക്വൽ ടു എക്സും എക്സും കട്ട് ചെയ്ത് കളയുക, വെറും 2 അല്ലേ ഉണ്ടാവുള്ളൂ. 2ൻ്റെ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് സി. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും, 2x ഇൻറ്റു എക്സ് 2x² പ്ലസ് സി എക്സ്. ഇത്രയേ ഉള്ളൂ ആൻസർ. ഇതാണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെങ്കിൽ. ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് പ്ലസ് y/x വരുമ്പോൾ എന്താണെന്നുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് ഇതാണ്, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = 4xy². ഇവിടെ അത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലേ, വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇവിടെ അത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അത് നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ലാംഡ കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോകുന്നുള്ളത്. ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലാക്കാൻ യാതൊരു പണിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു. dy/dx മൈനസ് y ഈക്വൽ ടു cos x. നോക്കി നോക്കടാ, ഇത് ഏത് ഫോമാറ്റാ, dy/dx ഉണ്ട്, പിന്നെ ഒരു y-ൻ്റെ ടേം ഉണ്ട്, പിന്നെ ഒരു cos x ഉണ്ട്. ഇത് കത്തണം, dy/dx പ്ലസ് y-ൻ്റെ ഒരു ടേം പ്ലസ് y ഈക്വൽ ടു y ഇല്ലാത്തൊരു ടേം. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അത് പി എഴുതുക, ക്യൂ എഴുതുക, ജനറൽ ഫോമിലിൻ്റെ തന്നിട്ടുള്ളത്, ഒന്നും മാറ്റമില്ല. ഓക്കെ, ഇനി നോക്കി നോക്കാം. ഇനി ഇതൊക്കെ കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവും. dy/dx = എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈൻ്റെ ഒരു ഫംഗ്ഷൻ, വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. എക്സ് ഒരിടത്തേക്ക് വൈ ഒരിടത്തേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യാം. അതെ, അടുത്തത് dy/dx പ്ലസ് y tan x = sec x. ഇതെന്ത് ചെയ്യുക, ഒന്ന് നോക്കി നോക്കൂ. dy/dx പിന്നെ വൈൻ്റെ ഒരു ടേം പിന്നെ വൈ ഇല്ലാത്തൊരു ടേം, ഇതാണെന്ന് ഓർഡണം. പിയും ക്യൂ എന്താണെന്നുള്ളത്. ഇവിടെ പി എന്താ, പി എന്ന് പറഞ്ഞാൽ tan x ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ sec x ആണ്. അതുമല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക, എന്നിട്ട് ജനറൽ സൊല്യൂഷൻ കാണുകയെന്ന്. ഓക്കെ, അപ്പോൾ തന്നെ ഉറപ്പിക്കാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ അതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ വൈൻ്റെയും എക്സിൻ്റെയും വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കിട്ടിയ ആൻസറിൽ സി ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി പോയിക്കോളും, അപ്പോൾ ഒരു സി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാറ്റാണ്. dy/dx പിന്നെ വൈൻ്റെ ഒരു ടേം ശ്രദ്ധിക്കട്ടെ, എക്സിൻ്റെ അല്ല, 1/x ആണ് ഇവിടെ പി, ക്യൂ എന്ന് പറഞ്ഞാൽ x². ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ അതെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ടൈപ്പ് സാധനം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു. dy/dx ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഉത്തരം തന്നെ വരും.